ജോജോ ചേട്ടാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മുടെ വചനവീതിയിൽ എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജോജോ ചേട്ടനാണ്. വിൻസെൻ്റ് ഇപ്പോൾ പോലുള്ള ആധ്യാത്മികമായ സംഘടനയിലെ സജീവമായിട്ട് പ്രവർത്തിക്കുകയും ആത്മീയമായ കാര്യങ്ങളിലൊക്കെ വളരെയേറെ മുൻപന്തിയിൽ നിൽക്കുകയും പരിശുദ്ധ കുർബാനയോടുള്ള ആഴമായ വിശ്വാസവും പ്രാർത്ഥനയുമായി എല്ലാ ദിവസവും ദൈവബലിയിലൊക്കെ പങ്കെടുക്കുകയും അനേകം പേരെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ജോജോ ചേട്ടൻ. പ്രത്യേകിച്ച് പാലിയേറ്റീവ് ഗ്രൂപ്പ് പോലുള്ള സംഘടനയിൽ ഭവന സന്ദർശനങ്ങൾ, രോഗികളെ സന്ദർശനങ്ങൾ, രോഗികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അങ്ങനെ ആത്മീയമായ ഒത്തിരിയേറെ കാര്യങ്ങൾ ജോജോ ചേട്ടൻ ചെയ്യുന്നു. അതിനോടൊപ്പം ബൈബിൾ പഠിക്കുന്നു, വചനാധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുന്നു. മറ്റുള്ളവർക്കൊക്കെ മാതൃകയാണ് ജോജോ ചേട്ടൻ്റെ ജീവിതം. ഇന്ന് ഈ പ്രഭാതത്തിൽ വചനവീതിയിൽ ജോജോ ചേട്ടൻ്റെ ഓടൊപ്പം ആയിരിക്കുമ്പോൾ ജോജോ ചേട്ടൻ്റെ ജീവിതത്തെ ഏറെ സ്വാധീനിച്ച, സ്പർശിച്ച ഒരു തിരുവചനം ഞങ്ങളോടൊന്ന് പങ്കുവെക്കാമോ? തീർച്ചയായിട്ടും. ഗലാത്യർ 4-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ എനിക്ക് എപ്പോഴും ബലമായി തീരാറുണ്ട്. പൗലോസ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-7 തിരുവചനം. 4-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. വചനം ഇപ്രകാരം പറയുന്നു: നിങ്ങൾ മക്കളായതിനാൽ ആബാ പിതാവേ എന്ന് വിളിക്കുന്ന എൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ ഇനിമേൽ നീ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും മനോഹരവും ആഴമേറിയതുമായ രഹസ്യങ്ങളാണ് ഈ വചനങ്ങളിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. ഒന്നാമത്തെ സത്യം, തൻ്റെ ആത്മാവിനെ, തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിഞ്ഞിരിക്കുന്നു. നമ്മൾ അത് നേടിയെടുത്തതല്ല, നമ്മൾ വില കൊടുത്ത് വാങ്ങിയതുമല്ല, പക്ഷേ ദൈവം നമുക്കത് ദാനമായി തന്നതാണ്. ഈ ആത്മാവാണ് നമ്മെ ആബാ പിതാവേ എന്ന് വിളിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നതും പ്രേരിപ്പിക്കുന്നതും. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ മനസ്സിലാക്കി തരുന്നത് ഈ ആത്മാവാണ്. രണ്ടാമത്തെ സത്യം, നമ്മുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്നതാണ്. അതായത് പാപത്തിൻ്റെയും നിയമത്തിൻ്റെയും അടിമയായിരുന്ന നമ്മളെ ക്രിസ്തു തൻ്റെ കുരിശുമരണം വഴി നമ്മളെ വീണ്ടെടുത്ത് നമ്മളെ പുത്രരാക്കി മാറ്റിയിരിക്കുന്നു. ദാസൻ്റെ മനോഭാവം ഭയമാണ്. അവൻ ഭയത്തിൽ നിന്നാണ് അനുസരിക്കുന്നത്. എന്നാൽ പുത്രരാകട്ടെ സ്നേഹത്തിൽ നിന്നുമാണ് അനുസരിക്കുന്നത്. മൂന്നാമത്തെ സത്യം, നമുക്ക് പുത്രനെങ്കിൽ ഓഹരിയുമുണ്ടെന്നുള്ളതാണ്. അതായത് എന്തൊക്കെയാണ് നമ്മുടെ അവകാശങ്ങൾ? ഒന്ന്, നിത്യജീവൻ. രണ്ടാമത്, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളുമാണ് നമ്മൾ. അത് നമുക്ക് നമ്മുടെ ഗലാത്യരുടെ തന്നെ 8-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മക്കളുടെ വ്യാഖ്യാനം നമുക്ക് ഗലാത്യർ 9-8 തിരുവചനത്തിൽ നിന്ന് നമുക്ക് വായിക്കാവുന്നതാണ്. ഇപ്രകാരം നമുക്ക് ആത്മാവിനാൽ നയിക്കപ്പെട്ട് ആബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവ തിരുഹിതമനുസരിച്ച് ജീവിച്ചുകൊണ്ട് നമ്മുടെ അവകാശം നമുക്ക് സ്വന്തമാക്കാൻ ശ്രമിക്കാം. ഇതാണ് ഈ ഒരു തിരുവചനം പൗലോസ് ഗലാത്യക്കാർക്ക് എഴുതിയ 4-ാം അധ്യായം 6-7 തിരുവചനമാണ് ജോജോ ചേട്ടൻ പറഞ്ഞത്. അതിലെ ആ വചനത്തിൻ്റെ അകത്തടങ്ങിയിരിക്കുന്ന 3 ഉൾക്കാര്യങ്ങൾ, 3 സത്യമായ 3 കാര്യങ്ങൾ, വചനം വിതയ്ക്കുമ്പോഴുണ്ടാകുന്ന ഒരനുഭവമാണ് നമുക്ക് ലഭിച്ചത്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനമാണ് ജോജോ ചേട്ടൻ പറഞ്ഞത്. അതിനകത്തെ 3 കാര്യങ്ങൾ അദ്ദേഹം എടുത്ത് വ്യാഖ്യാനിക്കുകയുണ്ടായി. ഒത്തിരിയേറെ സന്തോഷം തോന്നി. നമ്മളൊക്കെ ഈ വചനങ്ങൾ വായിച്ച് പോകുന്നുണ്ടെങ്കിലും ഈ വചനങ്ങളുടെ അർത്ഥം ശരിക്കും അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ ജോജോ ചേട്ടൻ പറഞ്ഞപ്പോൾ നമ്മൾ മക്കളെങ്കിൽ അവകാശികളുമാണ്, നമ്മൾ മിശിഹായുടെ കൂട്ടവകാശികളാണ് എന്നുള്ള ആ വചനങ്ങളൊക്കെ പറയുമ്പോൾ ഹൃദയത്തിൽ എവിടെയോ ഒരു അനുഭവം ഉണ്ടാകുന്നു, ഒരു വചന അധിഷ്ഠിത അനുഭവം ഉണ്ടാകുന്നു. നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണെന്നും നമ്മൾ മക്കളാണെങ്കിൽ അവകാശികളാണെന്നുമുള്ള ഗലാത്യക്കാർക്കെതിരെയുള്ള ലേഖനത്തിലെ വാക്കുകൾ എല്ലാ മനുഷ്യർക്കും പ്രചോദനം തരുന്നതാണ്. ഈ പ്രഭാതത്തിലെ വചനവീതിയിൽ
ഒരു തിരുവചനം പങ്കുവച്ചു. ആ തിരുവചനം മറ്റുള്ള അനേകം പേർക്ക് അത് മാതൃകയാകുകയും അവരുടെ ജീവിതത്തിൽ അതൊരു സ്വാധീനം ചെലുത്തുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു തിരുവചനം ഞങ്ങൾക്ക് തന്ന പ്രിയപ്പെട്ട ജോജോ ചേട്ടന് ഹൃദയപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം നന്ദി പറയുന്നുണ്ട്. അപ്പം ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.